വീടുകളും വസ്തുക്കളും സ്ഥലങ്ങളും മറ്റും എന്തിനാണ് വെഞ്ചരിക്കുന്നത്? ഒന്നാമതായിട്ട് കുടുംബാംഗങ്ങൾ വൈദികൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ഈ വീട് ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ഈ കാര്യത്തെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അവസരമാണ് വെഞ്ചരിപ്പിൻ്റെ അവസരം. രണ്ടാമതായി, ഈ വീട്ടിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയില്ല എന്നുള്ള പ്രഖ്യാപനവും കൂടി വെഞ്ചരിപ്പിൻ്റെ അവസരത്തിൽ കുടുംബാംഗങ്ങൾ നടത്തുന്നുണ്ട്. മൂന്നാമതായി, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം, ദൈവദൂതന്മാരുടെ സംരക്ഷണം ഈ ഭവനത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാലാമതായി, പിശാചിൻ്റെ പ്രവൃത്തികൾ ഇല്ലാതാക്കാനാണുള്ള യേശു മനുഷ്യനായി അവതരിച്ചത്. പിശാചിൻ്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കുടുംബാംഗങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് വെഞ്ചരിപ്പിൻ്റെ അവസരത്തിൽ വൈദികൻ സാധാരണ വിമോചന പ്രാർത്ഥന ചൊല്ലി അപേക്ഷിക്കുന്നുണ്ട്. അഞ്ചാമതായി, വീട് വെഞ്ചരിപ്പിൻ്റെ അവസരം ആ വീട്ടിലെ വിശുദ്ധ ബൈബിൾ ആഘോഷമായി പ്രതിഷ്ഠിക്കാനുള്ള അവസരമാണ്. ആ വീടും കുടുംബവും എല്ലാം യേശുക്രിസ്തുവിന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വീട് വെഞ്ചരിപ്പിനുള്ള സാധാരണ കാരണങ്ങൾ ഇതെല്ലാമാണ്. ദൈവത്തിന് നന്ദി പറയുക, ദൈവം തന്നതാണെന്ന് ഏറ്റുപറയുക, സംരക്ഷണ പ്രാർത്ഥന, പാപകരമായ കാര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകാനായിട്ട് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ, ഇതൊക്കെയാണ് വീട് വെഞ്ചരിപ്പ് കൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അപ്പസ്തോലിക സഭകളിലെ വൈദികരെ വിളിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈദികർ വെഞ്ചരിച്ച വിശുദ്ധജലം കുടുംബാംഗങ്ങൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുടുംബം ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലത് ആണ്. ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, വീട്ടിലെപ്പോഴും വഴക്ക്, മാതാപിതാക്കളും മക്കളും തമ്മിൽ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ആ വീട്ടിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കുട്ടികളെ കാണുന്നു, മുതിർന്നവരെ കാണുന്നു. അതിനൊക്കെ പല കാരണങ്ങളുണ്ടാകാം. ഒരു പക്ഷേ ഭയപ്പെടുത്തുന്ന സിനിമ കണ്ടത് കൊണ്ടാകാം, മാനസിക സംഘർഷങ്ങൾ കൊണ്ടാകാം. എങ്കിലും ഇങ്ങനെയുള്ള വഴക്കുകൾ, അനുസരണക്കേട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വിശുദ്ധജലം തെളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലത് ആണ്. എന്തെല്ലാം ചെയ്തിട്ടും, ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ നന്നായി ചെയ്തിട്ടും സാമ്പത്തികമായ തകർച്ച മാത്രം, കൃഷിയിടങ്ങളിൽ മൃഗങ്ങളെ വളർത്തുമ്പോൾ പാചകത്തിൻ്റെ അവസരത്തിൽ ഒന്നും ശരിയായി വരുന്നില്ല. ശാസ്ത്രീയമായി പഠിക്കാവുന്നതുപോലെയൊക്കെ പഠിച്ചു, പരിഹാരമാർഗങ്ങൾ ഉപയോഗിച്ച് നോക്കി, എന്നിട്ടൊന്നും ശരിയാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം, വീട് ആശീർവദിക്കുന്നത് നല്ലതാണ്, വെഞ്ചരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലത് ആയിരിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ഭയങ്ങൾ ഇങ്ങനെ എപ്പോഴും മാറി മാറി കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്നു. ഡോക്ടറെ കണ്ട് പരിശോധിച്ചു, മരുന്നുകൾ കഴിച്ചു, പക്ഷേ അതൊന്നും മാറിക്കിട്ടുന്നില്ല. ഡോക്ടർ പറയുന്ന കാര്യമായ പ്രശ്നമൊന്നുമില്ലെന്ന്, അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്, പക്ഷേ അത് ഇങ്ങനെ മാറി മാറി എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്നതും വീട് വെഞ്ചരിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, ശാസ്ത്രീയമായ ഉത്തരമില്ലാത്ത ചില കാര്യങ്ങളിൽ പ്രാർത്ഥന വഴി പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റാത്തതും പരിഹാരം കണ്ടെത്താൻ പറ്റാത്തതുമായ ചില കാര്യങ്ങൾ വീട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ശാസ്ത്രീയമായ ഉത്തരവൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ആ വീട് വെഞ്ചരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിൻ്റെ തിരുരക്തത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലത് ആണ്. എങ്ങനെയെല്ലാമാണെങ്കിലും ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വചനം നാം എപ്പോഴും ഓർത്തിരിക്കണം: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല. വൈദികരെ വിളിച്ചൊരു വീട് വെഞ്ചരിച്ചതുകൊണ്ട് മാത്രം ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണമെന്നില്ല. കുടുംബാംഗങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തീരുമാനമെടുക്കണം. മനഃപൂർവ്വമുള്ള പാപങ്ങളുണ്ട് ഉപേക്ഷിക്കണം. അവരെ കൊണ്ട് പറ്റാവുന്നതുപോലെ വഴക്ക്, വൈരാഗ്യം, തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. മരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ അത്യാവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ നമ്മുടെ അധ്വാനമില്ലാതെയും മനഃപൂർവ്വമുള്ള വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഇല്ലാതെയും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ചില ആചാരങ്ങൾ കൊണ്ടോ വെഞ്ചരിപ്പ് കൊണ്ടോ മാത്രം മാറിക്കിട്ടുകയില്ല. ഇത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.